കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം വേലത്തിപ്പടിക്കൽ വിജിലിനെ സരോവരത്ത് ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സുഹൃത്തുക്കളായ നിജിൽ, ദീപേഷ് എന്നിവരെയാണ് കൊയിലാണ്ടി കോടതി 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ലഹരിമരുന്ന് ഉപയോഗിക്കുന്നതിനിടെയാണ് യുവാവ് മരിച്ചതെന്നാണ് സുഹൃത്തുക്കൾ കൂടിയായ പ്രതികളുടെ മൊഴി. മലാപുരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെപ്പറ്റി ദീവാലിയുടെ മെസ്സേജ് കാർഡ് വരെ തനിക്ക് ഭാവനമായി നൽകിയതായും കണ്ണിലെ ഉരിഞ്ഞനോട്ടം മദനക്കുപ്പി നോക്കി ആശ്വാസം നൽകുന്ന രൂപത്തിലാണെന്നും വിവാദ പരാമർശമായി സംസ്ഥാന സമിതി അംഗം പറഞ്ഞു. പെരുമ്പാവൂരിലെ മാലിന്യ കൂമ്പാരത്തിൽ കണ്ടെത്തിയ നവജാത ശിശു പ്രസവത്തോടെ മരിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജീവനില്ലാത്ത കുഞ്ഞിനെ മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. സംഭവത്തിൽ മാതാപിതാക്കൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മൃതദേഹത്തോട് അനാദരവ് എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. നിലവിൽ ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. സാമ്പത്തിക ബാധ്യതയുള്ളവരെയെല്ലാം പൊതുയോഗം നടത്തി CPM അധിക്ഷേപിക്കുമോ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആര്യനാട് പഞ്ചായത്ത് അംഗത്തിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ദല്ലാൾമാരെ ഉപയോഗിച്ച് GST ഇന്റലിജൻസ് നടത്തുന്നത് കോടികളുടെ അഴിമതിയെന്നും അദ്ദേഹം ആരോപിച്ചു. MV ഗോവിന്ദന്റെ മകനെതിരായ ആരോപണവും മന്ത്രിമാർ ഉൾപ്പെട്ട ഹവാല ഇടപാടുകളും മറച്ചുവയ്ക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിന് സമീപം റോഡിലേക്ക് കല്ലും മരങ്ങളും ഇടിഞ്ഞു വീണ് ഗതാഗത തടസ്സപ്പെട്ടു. വൈകിട്ട് 6:45ഓടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് ഇതുവഴിയുള്ള ഗതാഗതത്തിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയതായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ഇന്നലെ അറിയിച്ചിരുന്നു. വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയോ നാടുകാണി ചുരം വഴിയോ തിരിഞ്ഞു പോവേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ തീരങ്ങളിലെ ചുവന്ന കടൽത്തല പ്രതിഭാസത്തിന്റെ കാരണം വിശദീകരിച്ച് കേന്ദ്ര സമുദ്ര മത്സ്യം ഗവേഷണ സ്ഥാപനം. തുടർച്ചയായ മഴയിൽ കരയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കും പാരിസ്ഥിതിക വ്യതിയാനങ്ങളുമാണ് ചുവന്ന കടൽത്തര പ്രതിഭാസത്തിന് കാരണമാകുന്നതെന്ന് CMFRI വ്യക്തമാക്കി. കനത്ത മൺസൂൺ നീരൊഴുക്ക് തീരക്കടലുകളെ പോഷക സമ്പുഷ്ടമാക്കുന്നു. കർണാടക നിയമസഭയിൽ RSSന്റെ പ്രാർത്ഥനാഗാനം ആലപിച്ചതിന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയർന്ന സാഹചര്യത്തിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഉറച്ച കോൺഗ്രസുകാരൻ എന്ന നിലയിൽ ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസുകാർക്കും ഇന്ത്യ സഖ്യത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടി സുഹൃത്തുക്കൾക്കും തന്റെ നടപടി കാരണം വേദനിച്ചെന്നറിയുന്നു. ആയതിനാൽ മാപ്പ് പറയാനും താൻ തയ്യാറാണെന്ന് ശിവകുമാർ ബംഗളൂരുവിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രകരത്തിന് ശക്തി പകരാൻ INS ഹിമഗിരിയും INS ഉദയഗിരിയും ഇരു യുദ്ധക്കപ്പലുകളും നാവികസേനയുടെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിച്ച പടക്കപ്പലുകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. 2050ഓടെ 200 യുദ്ധക്കപ്പലുകളുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും തുണിത്തരങ്ങളുടെയും വില അടുത്തയാഴ്ച കുറയാൻ സാധ്യതയുണ്ട്. സിമന്റ് വില കുറയ്ക്കുന്നതും അടുത്തയാഴ്ച ചേരുന്ന GST കൗൺസിൽ യോഗം ചർച്ച ചെയ്യും. ലൈഫ് ഇൻഷുറൻസിനും മെഡിക്കൽ ഇൻഷുറൻസിനുമുള്ള GST എടുത്തു കളയാനും സാധ്യതയുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ഉന്നത വൃത്തങ്ങൾ പറയുന്നു. ജമ്മു കാശ്മീരിൽ വൈഷ്ണവാദേവി ക്ഷേത്രത്തിന് സമീപം മണ്ണിടിച്ചിലിനെ തുടർന്ന് 6 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നേരത്തെ നിർത്തിവച്ചിരുന്നു. ജമ്മു കാശ്മീരിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ മഴക്കെടുതിയിൽ മരണം 10ആയി. മിന്നൽ പ്രളയത്തിൽ ഡോഡയിൽ 4 പേരും കട്രയിലെ വൈഷ്ണവാദേവി ക്ഷേത്രത്തിന് സമീപം മണ്ണിടിച്ചിലിൽ 6 പേരുമാണ് മരിച്ചത്. 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സൈന്യമടക്കം രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷമുണ്ടായ കനത്ത മഴയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഡോഡ ജില്ലയിലാണ് രാവിലെ മിന്നൽ പ്രളയം ഉണ്ടായത്. സംസ്ഥാനത്തെ ബില്ലുകൾ തടഞ്ഞുവെക്കാനുള്ള ഗവർണറുടെ അധികാരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്. നിയമത്തിന്റെ ഇത്തരം വ്യാഖ്യാനത്തിൽ ആശങ്കയുണ്ട്. ഈ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ മണി ബിൽ പോലും ഗവർണർക്ക് തടഞ്ഞുവയ്ക്കാമെന്ന സ്ഥിതിയുണ്ടാകുമെന്നും കോടതി നിരീക്ഷിച്ചു. ഇന്ത്യയുടെ തന്ത്രപ്രധാനവും ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയും സാധാരണക്കാരെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിക്കപ്പെട്ട സുദർശൻ ചക്ര ഒരു പരിചയായും വാളായും പ്രവർത്തിക്കുമെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞു. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കകം സുദർശൻ ചക്ര ദൗത്യത്തിന് കീഴിൽ അയൺഡോമിന്റെ ഇന്ത്യൻ പതിപ്പിനെ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് സംയുക്ത സേനാ മേധാവി രൂപരേഖ സമർപ്പിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗയ്ക്ക് ജാമ്യം അനുവദിച്ചു കോടതി. കൊളംബോ ഫോർട്ട് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സർക്കാർ പണം ദുരുപയോഗം ചെയ്തെന്ന കേസിൽ റനിൽ വിക്രമസിംഗെ അറസ്റ്റിലായത്.
അടുത്തയാഴ്ച ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 20-ൽ കൂടുതൽ ലോക നേതാക്കളെ ഒരുമിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങൾ കാരണം നേരിട്ടും അല്ലാതെയും ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളും പങ്കെടുക്കുന്ന പരിപാടി ഈ രാജ്യങ്ങളുടെ ഐക്യദാർഢ്യം വിളിച്ചോതുന്നതായിരിക്കും. അമേരിക്കയുടെ അവരോധം നേരിടുന്ന റോസിയെ മറ്റൊരു നയതന്ത്ര വിജയം നേടാനും ഇത് സഹായിക്കുമെന്ന് വിദഗ്ധരുടെ വിലയിരുത്തലാണ്. യൂറോപ്യൻ നേതാക്കൾ എന്നെ തമാശയായി യൂറോപ്പിന്റെ പ്രസിഡന്റ് എന്ന് വിളിക്കാറുണ്ട്. എന്ന അത്തരത്തിൽ വിളിക്കപ്പെടുന്നത് ബഹുമതിയാണെന്നും തനിക്ക് യൂറോപ്യൻ നേതാക്കളെ ഇഷ്ടമാണെന്നും അവർ നല്ല മനുഷ്യരും മഹാന്മാരുമാണെന്നും ട്രംപ് പറഞ്ഞു. ഇറക്കുമതി തീരുവ 50% ഉയർത്താനുള്ള അമേരിക്കയുടെ തീരുമാനം ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ പ്രകടനത്തെ ബാധിക്കില്ല എന്ന് പ്രമുഖ രാജ്യാന്തര ധനകാര്യ ഏജൻസിയായ ഫിച്ച് വിലയിരുത്തി. സാമ്പത്തിക വളർച്ചയും ധനകാര്യ മാനേജ്മെന്റിലെ മികവും കണക്കിലെടുത്ത് ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് BBB നെഗറ്റീവായും നിലനിർത്തുകയും ചെയ്തു. സ്ഥിരമായി സാമ്പത്തിക വളർച്ച നേടുമെന്നാണ് ഏജൻസിയുടെ അവലോകനം. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ആഭ്യന്തര മൊത്തം ഉൽപാദനത്തിൽ 6.5% വളർച്ചയുണ്ടാകുമെന്നും ഫിച്ച് വ്യക്തമാക്കി. ആഭ്യന്തര ഉപഭോഗവും പശ്ചാത്തല വികസന രംഗത്ത് സർക്കാർ നടത്തുന്ന നിക്ഷേപവും ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് പകരുമെന്നും അവർ പറയുന്നു. സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർണ്ണം ചിത്രത്തിന്റെ ട്രെയിലർ എത്തി. സംഗീത് പ്രതാപിനൊപ്പം രസകരമായ ചിരിമുഹൂർത്തങ്ങൾ കോർത്തിണക്കിയാണ് ട്രെയിലർ ഒരുക്കിയിരിക്കുന്നത്. ഒരു പക്കാ ഫൺ ഫാമിലി ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ട്രെയിലറിലെ ഗാനവും ശ്രദ്ധ നേടുന്നുണ്ട്. മാളവിക മോഹനാണ് ചിത്രത്തിലെ നായിക. ലാലു അലക്സ്, സംഗീത് പ്രതാപ്, സംഗീത സിദ്ദിഖ്, ബാബുരാജ്, സബിത ആനന്ദ് തുടങ്ങിയവരാണ് ഹൃദയപൂർവ്വത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. സത്യൻ അന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അഖിൽ സത്യന്റേതാണ് കഥ. നവാഗതനായ TP സോനു തിരക്കഥയൊരുക്കുന്നു. അനൂപ് സത്യനാണ് ചിത്രത്തിന്റെ പ്രധാന സംവിധാന സഹായി. അനു മൂത്തടത് ഛായാഗ്രഹണവും K രാജഗോപാൽ എഡിറ്റിംഗും നിർവഹിക്കുന്നു. ഓഗസ്റ്റ് 28-ന് ഓണം റിലീസായാണ് ചിത്രമെത്തുന്നത്. മഹാകുംഭമേളയിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ താരമായി മാറിയ മൊണാലിസ ഭോസ്ലെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു. PK ബിനു വർഗീസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം. കൈലാഷാണ് ചിത്രത്തിലെ നായകൻ. നാഗമ്മ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ജീലി ജോർജ് നിർമ്മിക്കുന്നു. ശങ്കർ നായകനായ ഹിമുക്രി എന്ന ചിത്രത്തിനു ശേഷം ബിനു വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. ഈ വർഷം സെപ്റ്റംബർ അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കും. ഇൻഡോർ സ്വദേശിയായ മൊണാലിസ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയ്ക്കിടെയാണ് സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുന്നത്. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്നത് ഡയറി ഓഫ് മണിപ്പൂർ എന്ന ബോളിവുഡ് ചിത്രത്തിലും നായികയായി അഭിനയിക്കുന്നുണ്ട്. മലബാറിലെ മുസ്ലിം സ്ത്രീ ജീവിതത്തിലുണ്ടാകുന്ന അടിച്ചമർത്തലുകളും അവയ്ക്കെതിരെ പൊരുതി ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന സേബ എന്ന യുവതിയുടെ ജീവിതവും പ്രമേയമാകുന്ന നോവലാണ് കിള. സേബയുടെ തിരിച്ചറിവുകളിലൂടെ കാലാകാലങ്ങളിൽ മലബാറിലെ മുസ്ലിം സ്ത്രീകൾ നയിച്ചുപോന്ന ജീവിതങ്ങളും നോവലിൽ ചിത്രീകരിക്കപ്പെടുന്നു. കിള, ഫർജാന, DC ബുക്സ്. വില 280 രൂപ.